നിരവധി കുരുന്നുകളാണ് തലസ്ഥാനത്ത് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. കാലവർഷം ആരംഭിച്ചെങ്കിലും കാര്യമായ മഴ ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, ഒന്നാം ക്ലാസ്സിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് പ്രവേശിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? മഴ കാര്യമായി ബാധിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്ന ചെറുവണ്ണൂർ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നഴ്സറി മുതൽ +2 വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വലിയ മലബാറിലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ചെറുവണ്ണൂർ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികളൊക്കെ ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെയാണ് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് സമയത്തിനകം തന്നെ ഒരു 9:30 ആകുമ്പോൾ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ശേഷം ഇവിടെ ഉദ്ഘാടനം നടക്കും. അങ്ങനെ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയതിന് ശേഷമായിരിക്കും ഇവിടുത്തെ അതായത് ഈ കുരുന്നുകളെ അടക്കം നഴ്സറിയിലടക്കമുള്ള കുരുന്നുകൾ, നഴ്സറി 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും അടക്കമുള്ള പുതിയ കുരുന്നുകളെയൊക്കെ സ്വീകരിക്കുന്ന പരിപാടികളൊക്കെ മന്ത്രി എത്തിയതിന് ശേഷമായിരിക്കും തുടങ്ങുക. നമുക്കിവിടെ ഒരുക്കങ്ങൾക്കൊക്കെ ഇവിടെ അധ്യാപകരടക്കം വലിയ സജീവമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അധ്യാപകരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ? നമ്മളിവിടെ ഒരുക്കങ്ങളൊക്കെ എല്ലാം റെഡിയായി കഴിഞ്ഞു. 9:30 മണിക്കാണ് നമ്മളെ മിനിസ്റ്റർ ഇവിടെ എത്താൻ സമീപിച്ചിരിക്കുന്നത്. നമ്മളെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി റിയാസ് സാറാണ് നമ്മളെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പിന്നെ കുട്ടികളെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ട് കുട്ടികളോടുകൂടി കൈപിടിച്ച് നമ്മൾ വേദിയിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിവിധ സബ് കമ്മിറ്റികളെല്ലാം റെഡിയായി 10ഓളം സബ് കമ്മിറ്റികൾ വളരെ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിച്ച് എല്ലാം സെറ്റാണ്. ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എല്ലാം സെറ്റ് എന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളിവിടെയും എല്ലാം സെറ്റ് റെഡി ആയിട്ടുണ്ട്. എത്ര കുട്ടികൾ ഇവിടെ പഠിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ 2000-ഓളം വിദ്യാർത്ഥികളുണ്ട്. ഈ പ്രവേശനോത്സവം ഇപ്പോൾ നമുക്ക് LKG, 1st സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡ്, 8th സ്റ്റാൻഡേർഡ് അതിലേക്കാണ് കുട്ടികൾ പുതുതായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 120ഓളം വിദ്യാർത്ഥികളാണ് ഈ കൊല്ലം ഈ പ്രവേശനോത്സവത്തിലായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോൾ അവരിൽ വളരെ പ്രതീക്ഷയിലാണ്. നമുക്ക് നല്ലൊരു കാലാവസ്ഥയുണ്ട്. വളരെയധികം നമ്മൾ വളരെ ആകാംക്ഷയിലായിരുന്നു. പക്ഷേ നല്ലൊരു ക്ലൈമറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല ചാലഞ്ചുകളും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വളരെ വൈകിയാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചത് ഇവിടെയാണെന്നുള്ള ജില്ലാ പ്രവേശനോത്സവം. എന്ത് തന്നെയായാലും നമ്മളെ ഫുൾ ടീം ചെറുവണ്ണൂരിനെ ഞങ്ങൾ അറിയപ്പെടുന്നത്. അവ വളരെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന് പോലെ വളരെ വ്യവസ്ഥാപിതമായിട്ട് എല്ലാം സെറ്റാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഫംഗ്ഷൻ നടക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? കഴിഞ്ഞ അധ്യയന വർഷങ്ങളെക്കാളും എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോ? പഠന രീതിയും വിദ്യാഭ്യാസ രീതിയും ഒക്കെ? പഠന രീതിയിൽ നമുക്കറിയാം, ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻവോൾവ്മെൻ്റ് ഉള്ള അവരുടെ കൂടെ അഭിരുചികൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ദേശീയ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. അധ്യാപകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീം ചെറുവണ്ണൂരാണ്. ടീം ചെറുവണ്ണൂർ ഇവിടെ സെറ്റാണ്. ബാക്കി ഇനി മന്ത്രി എത്തുക കൂടി മാത്രമേ വേണ്ടൂ. ബാക്കി വിദ്യാർത്ഥികളൊക്കെ ഈ പരിപാടിയുടെ ഇവിടെ മുന്നേ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വിദ്യാർത്ഥികളോടൊന്ന് ചോദിക്കാം. എത്രാം ക്ലാസ്സിലേക്കാ? 4ാം ക്ലാസ്സിലേക്ക്. എത്രാം ക്ലാസ്സിലേക്കാ? 4ാം ക്ലാസ്സിലേക്ക്. എല്ലാം സെറ്റാണോ? മടിയുണ്ടോ വരാൻ വേണ്ടിയിട്ട്? യൂണിഫോം ഇല്ലേ? അടിച്ചു കിട്ടിയിട്ടില്ല. മടിയുണ്ടായിരുന്നോ? മക്കളെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മക്കൾ സ്കൂളിലേക്ക് വരികയാണ്. സന്തോഷം തോന്നുന്നുണ്ട്. മടിയൊക്കെ ഉണ്ടായിരുന്നു? രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, സന്തോഷം. വൃന്ദ, ഇത് തന്നെയാണ് ടീം ചെറുവണ്ണൂർ ഗവൺമെൻറ് സ്കൂൾ ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇനി മന്ത്രി എത്തുന്നതോടുകൂടി ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അധ്യാപകരടക്കം വലിയ സജീവമായിട്ടുള്ള പങ്കാളിത്തം നമുക്കിവിടെ കാണാൻ. മാത്രമല്ല സ്റ്റുഡൻറ് കേഡറ്റ് പോലീസ് അടക്കമുള്ള അവർ ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്. എവിടുന്ന് വരുന്നതാ? മോഡൽ. എങ്ങനെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. മടിയുണ്ടോ വരാൻ? ഒട്ടും മടിയില്ല. ഉറങ്ങിയിരിക്കാൻ മടിയുണ്ടായിരുന്നോ? അതെല്ലേ. ഇനി എങ്ങനെയാ 3ാം ക്ലാസ്സിലെ പുതിയ ടീച്ചറേയും ഫ്രണ്ട്സിനെയൊക്കെ അറിയോ? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടോ? ഉഷാറാണ്, നന്നായി പഠിക്കും. ഇത് നല്ലൊരു, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതായത് അമ്മയും അച്ഛനും ഒക്കെ കൂടി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടയക്കുന്നു. അതൊക്കെ അത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. മാത്രമല്ല ചെറുവണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരടക്കം ഈ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് അടക്കം വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളുമായിട്ട് ഇവിടെ തയ്യാറാണ്. കുറച്ച് മക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട്? ഇന്നലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോൾ തുടങ്ങിയതാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9C. സ്റ്റുഡൻറ് കേഡറ്റ് ആയിട്ട് എങ്ങനെയുണ്ട്? അനുഭവമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
ഈ പരിപാടി പറയുമ്പോൾ പോലീസിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നും. പിന്നെ പരേഡ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ പോലീസ് തന്നെ ആയി മാറണമായിട്ട് തോന്നും. ഒരു കുട്ടി പോലീസാണ്. ആ വൃന്ദ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ്. ഒരു കുഞ്ഞു മോൻ ഇവിടെ ഉണ്ട്. എത്രാം ക്ലാസ്സിലേക്കാ? എത്രാം ക്ലാസ്സില്? ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരല്ലേ? മടിയുണ്ടായിരുന്നോ? പറഞ്ഞേ. അമ്മേനെ കാണാതെ നിൽക്കുവോ? നിക്കില്ലേ? അമ്മ നിക്കണോ സ്കൂളില്? ഒരു പാട്ട് പാടുവോ? കുട്ടികൾക്കൊക്കെ ചെറിയൊരു ഒരു അങ്കലാപ്പൊക്കെ ഉണ്ട്. പക്ഷേ അവർ അത്ര സന്തോഷത്തിലാണ്. ചെറിയൊരു അമ്മമാരുടെയൊക്കെ കൂടെ വരുന്ന 1ാം ക്ലാസ്സിലേക്ക് അടക്കമുള്ള കുട്ടികൾക്കൊക്കെ ചെറിയൊരു വിഷമവും അങ്കലാപ്പൊക്കെ ഉണ്ടെങ്കിലും അവർ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഒരു പുതിയ സ്കൂൾ, പുതിയ ഒരു അന്തരീക്ഷം, അതിലൊക്കെ അവർ സജീവമാവാൻ ഉള്ള ഒരു ഉഷാറോടുകൂടി തന്നെയാണ് വിദ്യാർത്ഥികളൊക്കെ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് അവരെ സ്വീകരിച്ച് കൊണ്ടുപോകുന്ന അടക്കമുള്ള പരിപാടികളൊക്കെ തുടങ്ങുക. എന്തായാലും ചെറുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ സെറ്റാണ്. ഗവൺമെന്റിന്റെ പരിപാടിയുടെ പേര്, പ്രവേശനോത്സവത്തിന്റെ പേര് പോലെ തന്നെ ഇവിടെ എല്ലാം സെറ്റാണ്. കോഴിക്കോടും ചെറുവണ്ണൂർ ടീം സെറ്റാണ്, കുട്ടികൾ സെറ്റാണ്. അതേപോലെ കുട്ടി പോലീസ് അടക്കം നിരവധി ആളുകളാണ് അവിടെ സ്കൂളിൻ്റെ ഭാഗം